എല്ലാവർക്കും ഹോക്കറാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നും ചെയ്യുന്നത് യൂസ്ഡ് കാർ ഷോറൂംസിൻ്റെ വീഡിയോസ് തന്നെയാണ്. ഇന്ന് നമ്മുടെ ഷോറൂമിൽ എന്തെല്ലാം സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ചു, ഇന്ന് നമുക്ക് ഏതൊക്കെ വണ്ടികളുണ്ട്, ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് എത്ര വണ്ടികൾ കാണാമെന്നൊക്കെ ഉള്ള കാറ്റഗറി വെച്ചിട്ട് ഞാൻ ഇന്ന് വണ്ടികളുടെ എല്ലാം ഡീറ്റെയിലിങ്ങിലായിട്ട് എത്രയും വേഗം പോവുകയാണ്. നിങ്ങളാരെയും മുഷിപ്പിക്കുന്നില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓസ്കാർ യൂസ്ഡ് കാർസിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഫോർച്യൂണർ ഉണ്ട്, അതേപോലെ റെനോൾട്ടിൻ്റെ ക്യാപ്ചർ ഉണ്ട്, ഫോർഡ് എക്കോസ്പോർട്ട് ഉണ്ട്, പിന്നെ മെഴ്സിഡസ് ബെൻസിൻ്റെ എസ് ക്ലാസ് 350 മേബാക്ക് ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ഉണ്ട്. അത് വരുന്നത് 15 ലക്ഷം രൂപയാണ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഹോണ്ട CR-V വരുന്നുണ്ട്, 485 പ്രൈസിങ് വരുന്നത്, 2010 മോഡൽ വണ്ടി. പിന്നെ നമുക്ക് എന്താ പറയുക, ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേഗത്തിൽ പ്രീവിയസ് വീഡിയോസ് കണ്ടറിയാവുന്നതാണ് കാര്യങ്ങളെല്ലാം. എക്കോസ്പോർട്ടിൻ്റെ പ്രൈസ് നമ്മൾ പറഞ്ഞതാണ്. എക്കോസ്പോർട്ട് 7.25 പ്രൈസ് പറഞ്ഞിരുന്നു, ഇപ്പോൾ അത് 7.5 അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇന്നോവ ക്രിസ്റ്റ വരുന്നത് 2016 മോഡലാണ്, 15 ലക്ഷം രൂപ, 170 ഓടിയേക്കാണ്. അതേപോലെ ഡിസയർ 2018 മോഡൽ, 42,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, CNG ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 6.5. അതേപോലെ ഹോണ്ട അമേസ് വന്നിട്ടുണ്ട്. ഹോണ്ട അമേസിൻ്റെ പ്രൈസിങ് വരുന്നത് 8.5, 46,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഗ്ലാൻസ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 23 മോഡൽ വണ്ടിയാണ്. നമുക്ക് പ്രൈസിങ് ഏകദേശം നിയർലി 9.5 9.5 ആ റേഞ്ചാണ് വരുന്നത്. പിന്നെ വാഗണർ ന്യൂ മോഡൽ 2024 മോഡലാണ്. അതിൻ്റെ പ്രൈസിങ് വരുന്നത് 6.10. ഓൺ റോഡ് പ്രൈസ് 8.10 ഉണ്ട് വണ്ടിക്ക്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. പിന്നെ നമുക്കത് കൂടാതെ എന്താ പറയുക, ഒരു വണ്ടി എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇന്നലെ ഇല്ലാത്തൊരു സ്റ്റീം. അത്യാവശ്യം എന്താ പറയുക, നല്ലൊരു മോഡിഫൈഡ് ലെവലിലുള്ള പണ്ടത്തെ കാറ്റഗറിയിലുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഹോണ്ട അമേസ്, ഇതെല്ലാം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണെങ്കിലും ഒന്ന് വേഗത്തിലെടുത്ത് പോകുന്നുള്ളൂ. ഹോണ്ട അമേസ് ഉണ്ട്, അതേപോലെ സ്വിഫ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്, 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് പ്രൈസിങ് പറഞ്ഞാൽ 4.25. പിന്നെ അത് കൂടാതെ ഫോർഡ് ഫിഗോ 1.5 ലക്ഷം രൂപ. അത് നമുക്ക് എന്താ പറയുക, ഡീസൽ വണ്ടിയാണ്, ടെസ്റ്റ് കഴിഞ്ഞേക്കുന്ന വണ്ടിയാണ്. അതേപോലെ ഉണ്ട് ഓൾട്ടോ LXi വരുന്നുണ്ട്, 2012 മോഡൽ 1.25. പിന്നെ ഇയോൺ ഏകദേശം ധാരണ ആയിക്കഴിഞ്ഞു. ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഡെലിവറി പോകുമെന്നുള്ളൊരു കേസ്, ഏകദേശം ഇന്നത്തേക്ക് ധാരണയാണ്. പിന്നെ വരുന്നതാണ് നിസാൻ്റെ സണ്ണി, ഫുള്ളി ഓട്ടോമാറ്റിക് പെട്രോൾ വെഹിക്കിളാണ്, XV ലിമിറ്റഡ് എഡിഷൻ ആണ്. ഇതിൻ്റെ പ്രൈസിങ് വരുന്നത് 495 ആ റേഞ്ചിലാണ്. പിന്നെ XUV 500 ഉണ്ട്. XUV 500 വരുന്നത് 66,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, ഒരു വണ്ടിയുടെ ഒരു ലൈഫ് സ്പാൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 10% പോലും ഓടിയിട്ടില്ല എന്ന് പറയാം. ആ ഒരു കാറ്റഗറിയിലാണ്. 10% അല്ല, 20% ഓടിയിട്ടില്ല എന്ന് പറയാം. ആ ഒരു ക്രൈറ്റീരിയയിലാണ് വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇയോൺ ഉണ്ട്, നമുക്ക് എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. 2.35 പ്രൈസിങ് വരുന്നത്. പിന്നെ എനിക്ക് എല്ലാവരോടായിട്ട് പറയാനുള്ളൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പോഴും വണ്ടി വന്നൊന്ന് ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രം അതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അതുമായിട്ട് നെഗോഷിയേഷനിലെത്താം. ഇപ്പം ഞാൻ എല്ലാവരും കസ്റ്റമേഴ്സിനോടും പറയുന്നുണ്ട്, നിങ്ങൾ നേരിട്ട് ആ വണ്ടി ഒന്ന് കണ്ട് ഓടിച്ച് നോക്കുന്നല്ല. അപ്പോൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് വിലയുടെ കാര്യത്തിൽ നെഗോഷ്യബിളായിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. ഞാൻ വളരെ ഷോർട്ടാക്കി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്, പരമാവധി ശ്രമിക്കുന്നു. പുതിയ ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അതിൻ്റേതായ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളിലൊക്കെ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഷോട്ടും കൂടി എടുത്തിട്ട് ഇന്ന് അവസാനിപ്പിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വ്ളോഗിലെ യൂസ്ഡ് കാറിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് പരിസമാപ്തി കുറിക്കുന്ന വീഡിയോയിലേക്കും ഞാൻ എന്താ പറയുക കിടക്കണതാണ്. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നാളെ മറ്റൊരു വ്ളോഗുമായിട്ട് വരാം. വേറെ വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടികളുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഏതെങ്കിലും വിൽക്കാനുണ്ടെന്നുണ്ടെങ്കിൽ 2012 മേലെയുള്ള വണ്ടിയും അതേപോലെ 1 ലക്ഷം കിലോമീറ്റർ താഴെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യുന്നതും കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് മീ ഷാഹിദ് സൈനിങ് ഓഫ് ഫ്രം ഹോക്കറാസ്.